ആശാവർക്കർമാർക്ക് 2 മാസത്തെ കുടിശ്ശിക ഇന്നു മുതൽ വിതരണം ചെയ്യും. കുടിശ്ശിക മുഴുവൻ ലഭിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് ആശാവർക്കർമാർ. നാളെ മഹാസംഗമമാണ്. വിവരങ്ങളുമായി വിനയരാജ് ചേരുന്നു. വിനയ, ഈ ഒരു ആവശ്യം മാത്രമല്ല ആശാവർക്കർമാർ ആവശ്യപ്പെട്ടത്, മറ്റ് നിരവധി കാര്യങ്ങൾ കൂടിയുണ്ട്. അതിൽ ഇപ്പോൾ ഈ ഒരു കുടിശ്ശിക നൽകുന്ന കാര്യത്തിൽ ഇന്ന് ഒരു തീരുമാനമാകും. ഇന്ന് വിതരണം ചെയ്തു തുടങ്ങും. പക്ഷേ സമരത്തിൽ നിന്ന് അവർ പുറകോട്ടില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. തീർച്ചയായും കാളിദാസ്, ഫെബ്രുവരി 10-നാണ് ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ തന്നെ വലിയ രീതിയിലുള്ള കടുത്ത സമരമായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രധാനമായും ഈ വേതന പാക്കേജ് പരിഷ്കരിക്കുന്നതും ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു രാപ്പകൽ സമരവുമായി ഈ ആശാ വർക്കർമാർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. നാളെയാണ് ഈ മഹാസംഗമം നടക്കാനിരിക്കെ അതിന് മുന്നോടിയായാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ആശാ വർക്കർമാരുടെ ഈ കുടിശ്ശിക 2 മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് വേണ്ടി 52.85 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. 3 മാസത്തെ കുടിശ്ശികയാണ് അവർക്ക് നൽകാനുള്ളത്. അതിൽ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇതുവരെ നൽകിയിരിക്കുന്നത്. അതും ഈ മഹാസംഗമ ദിവസമായ നാളെ വലിയ രീതിയിലുള്ള വിപുലമായിട്ടുള്ള പരിപാടികളായിരുന്നു സംഘടിപ്പിക്കാനിരുന്നിരുന്നത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കുടിശ്ശിക വിതരണത്തിന് 2 മാസത്തെ കുടിശ്ശിക വിതരണം അല്ലെങ്കിൽ ഇന്ന് മുതൽ കുടിശ്ശിക വിതരണത്തിന് പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. 52.85 കോടി രൂപയാണ് ഈ പണം അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിരുന്നാൽ കൂടി ഈ സമരവുമായി മുന്നോട്ട് പോകുന്നില്ല. മുന്നോട്ട് പോകും. തങ്ങളുടെ അല്ലെങ്കിൽ തങ്ങൾ ഉന്നയിച്ചിട്ടുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇതുവരെയും ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ആശാ വർക്കർമാർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ഈ സമരം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുമുതൽ തന്നെ കടുത്ത സമരമായി തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അതിൽ ആരോഗ്യമന്ത്രിയുമായി ഇടയ്ക്ക് ഒരു ചർച്ച നടത്തിയെങ്കിലും അത് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. കൂടാതെ തന്നെ പലതായി ആരോഗ്യമന്ത്രിയുടെ നിലപാടുകളാണെങ്കിലും ധനമന്ത്രിയുടെ നിലപാടുകളാണെങ്കിലും ഇതിന് വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം, രാജ്യത്ത് കൂടുതൽ വേതനം നൽകുന്ന അല്ലെങ്കിൽ ആശാ വർക്കർമാർക്ക് കൂടുതൽ വേതനം നൽകുന്നത് കേരളത്തിലാണ് എന്നൊരു നിലപാട് മന്ത്രി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ധനമന്ത്രിയാണെങ്കിലും ഇത്തരത്തിലൊരു നിലപാട് ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളായിരുന്നു ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ പലരും പിന്തുണയുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രതിപക്ഷം അടക്കം തന്നെ ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ പിന്തുണച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ സമരവുമായി മുന്നോട്ട് വന്ന CPIക്ക് അടക്കം ഇപ്പോൾ സമരം കാണുമ്പോൾ പുച്ഛമാണ് എന്നടക്കം ഉന്നയിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഈ ആശാ വർക്കർമാരുടെ സമരം അല്ലെങ്കിൽ ആശാ വർക്കർമാർ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നൊരു നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അടക്കം ഈ ആശാ വർക്കർമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. തങ്ങൾ ഇത് മാത്രമല്ല പല ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ വേതന പാക്കേജ് പരിഷ്കരിക്കുക, കൂടാതെ തന്നെ ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങൾ പിൻവലിക്കുക തുടങ്ങിയ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾക്കൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ആ തീരുമാനം ഉണ്ടാകുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന ഒരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ സ്വീകരിച്ചിരിക്കുന്നത്. കൂടാതെ നാളെയാണ് മഹാസംഗമം വെച്ചിരിക്കുന്നത്. ഈ സമരം പുതിയ ഒരു മുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ശക്തമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു സമരമായിരിക്കും, വലിയൊരു സംഗമമായിരിക്കും നാളെ നടക്കുക. ഇതിന് മുന്നോടിയായി തന്നെയാണ് ഈ 2 മാസത്തെ കുടിശ്ശിക അടക്കം വിതരണം ചെയ്തത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ ആശാ വർക്കർമാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെതിരെ തന്നെ നിരവധി സംഘടനകൾ പിന്തുണച്ച് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ ആശാ വർക്കർമാർക്ക് പിന്തുണയുമായി നിരവധി സംഘടനകളായിരുന്നു രംഗത്തെത്തിയിരുന്നത്. ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന് വലിയൊരു വെല്ലുവിളി സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത്രയും പിന്തുണ ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് കിട്ടുമെന്നൊരു പക്ഷേ ഈ സർക്കാർ വിചാരിച്ചിരുന്നില്ല എന്ന് വേണം പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിമാർ ഉന്നയിച്ച പല കാര്യങ്ങളിലും വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇന്നു മുതലാണ് ഈ ആശാ വർക്കർമാരുടെ കുടിശ്ശിക വിതരണം ചെയ്യുന്നത്. കാളിദാസ്.
പിന്നെ ആ ഒരു കാര്യത്തിന് കൂടി വ്യക്തത വരുത്താനുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തതും 2 മാസത്തെ കുടിശ്ശിക ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നാണ്. ശരിക്കും അവരുടെ ആവശ്യം 3 മാസത്തെ കുടിശ്ശിക ലഭിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. അല്ലെങ്കിൽ 7,000 കൊടുക്കുന്ന, ഇപ്പോൾ നിലവിൽ 7,000 കൊടുക്കുന്നിടത്ത് ഈ 3 മാസത്തെ കുടിശ്ശികയായി 21,000 രൂപ അവർക്ക് കിട്ടണമെന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനമായ ആവശ്യം. അതിലിപ്പോൾ ഈ 3 മാസത്തിൽ 2 മാസത്തെ കുടിശ്ശികയാണ് ഇന്നു മുതൽ വിതരണം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു നാളെ വരാനിരിക്കുന്ന ഈ ഒരു മഹാസംഗമവും കൂടെ മുന്നിൽ കണ്ടിട്ടായിരിക്കില്ലേ സർക്കാരിന് പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് തടി തപ്പാനുള്ളൊരു നീക്കം കൂടിയാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെച്ചൂടെ? തീർച്ചയായും കാളിദാസ്, എന്തായാലും നാളെ നടക്കുന്ന മഹാസംഗമം അത് വലിയ അല്ലെങ്കിൽ മറ്റൊരു തലത്തിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. കൂടാതെ തന്നെ ഈ സമരത്തിന് പിന്തുണയുമായി മറ്റു സംഘടനകളടക്കം തന്നെ രംഗത്തെത്തുന്നതും സർക്കാരിനെ കൂടുതൽ കുഴപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ കുടിശ്ശിക വിതരണം ചെയ്യാൻ 2 മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യാൻ ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ 3 മാസത്തെ കുടിശ്ശികയാണ് ആശാ വർക്കർമാർക്ക് ലഭിക്കാനുള്ളത്. അതിൽ ഇനിയും 1 മാസത്തെ ആണ്. എന്നിരുന്നാൽ പോലും ഈ കുടിശ്ശിക മാത്രമല്ല മറ്റു കാര്യങ്ങളാണെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തന്നെയാണ് ഈ ആശാ വർക്കർമാർ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് 26,478 ആശാ വർക്കർമാരാണ് നിലവിലുള്ളത്. 7,000 രൂപയാണ് ഇവർക്ക് ഓണറേറിയമായി നൽകുന്നത്. ഈ 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇവർക്ക് നൽകിയിരിക്കുന്നത്. അല്ലെങ്കിൽ 3 മാസത്തെ കുടിശ്ശിക മാസത്തെ കുടിശ്ശിക മാത്രമാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസവും ഈ ആശാ വർക്കർമാർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ തങ്ങളുടെ ആവശ്യങ്ങൾ ഇതുവരെയും അല്ലെങ്കിൽ തങ്ങളുടെ ആവശ്യത്തിന് ഇതുവരെയും ഒരു ന്യായമായിട്ടുള്ള നീതി ലഭിച്ചിട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് ആശാ വർക്കർമാർ പ്രധാനമായും സ്വീകരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും ദിവസമായി സമരമുഖത്തിരിക്കുന്നു, അല്ലെങ്കിൽ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി ഇരിക്കുന്നു. എന്നിട്ട് പോലും ഒരു അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഈ ആരോഗ്യമന്ത്രി വിളിച്ച ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടാതെ ധനമന്ത്രി അടക്കം പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നു. ഇതെല്ലാം തന്നെ കൂടുതൽ സങ്കീർണതയിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ പ്രതിഷേധം കടുപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആശാ വർക്കർമാരെ കൊണ്ടുപോയി എന്ന് വേണം പറയാം. ഒരുപക്ഷെ മറ്റ് സംഘടനകളോ അല്ലെങ്കിൽ പ്രതിപക്ഷ സംഘടനകളൊന്നും തന്നെ ഈ സമരത്തിന് പിന്തുണ നൽകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ഈ സമരത്തിനുമായി അല്ലെങ്കിൽ ആശാ വർക്കർക്ക് പിന്തുണയുമായി മറ്റു സംഘടനകളടക്കം രംഗത്ത് വന്നതോടെയാണ് സർക്കാരിനെ അത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സാഹചര്യത്തിലാണ് 2 മാസത്തെ കുടിശ്ശിക വിതരണം ചെയ്യാൻ കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത്. കാളിദാസ്.